ആമിക്കുട്ടി എങ്ങട്ടാ? എങ്ങട്ടാ? അംഗനവാടിക്ക്. അങ്ങനെ അലന്റെ അംഗനവാടി അല്ല, ഇവിടെയുള്ള അംഗനവാടി. അലന്റെ അംഗനവാടി പൂട്ടിപ്പോയി. കുട്ടികളൊക്കെ വരാണ്ടായിട്ട് പൂട്ടിപ്പോയി. അച്ചോ, അവിടെ അലം വന്നിട്ട് ഞാൻ അലഞ്ചേട്ട അവിടെ രാവിലെ വന്നിട്ട് ഞാൻ അവിടെ കയറിയോളാം. രാവിലെ കുട്ടികളൊക്കെ വന്നാൽ ഞാൻ കയറിക്കോളാം. വേണ്ടേ, ഇവിടെ ഉണ്ടല്ലോ, നമ്മളടുത്തുണ്ടല്ലോ അംഗനവാടി. ആ ടീച്ചർ പാവാണ്. അവിടെ ഉള്ള ടീച്ചർ, അവിടെ സൈക്കിളുണ്ട്. നല്ല എന്നാള് കണ്ടില്ലേ നമ്മള് സൈക്കിള്. ആമി ഇപ്പൊ റെഡി ആയില്ലേ? പോവാൻ റെഡി ആയില്ലേ? ഈ ചെരുപ്പും കൂടി ഇടാനല്ലേ ഉള്ളൂ. എന്നാ ചെരുപ്പിട്. ഒറ്റക്കിട്. ഓക്കെ, അമ്മ ഇട്ടരാം. അപ്പൊ ആമിക്കുട്ടി ഇന്ന് അംഗനവാടി പോവാട്ടോ. കുട്ടിക്ക് 3 വയസ്സ് റൗണ്ടായി. അപ്പൊ ഇന്ന് തൊട്ട് അംഗനവാടി പോവാൻ പോവുകയാണ്. അങ്ങനെ 3rd ബർത്ത്ഡേൻ്റെ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ആമിക്കുട്ടി അംഗനവാടി പോവാണ് കേട്ടോ. 3 വയസ്സ് കറക്റ്റ് ആയാൽ അംഗനവാടിയിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല കേമത്തിലാണ് നമ്മൾ പോകുന്നത്. അച്ഛൻ അന്ന് ലീവ് ആയതുകൊണ്ട് അച്ഛനാണ് കുഞ്ഞിനെ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാനും ശ്രുതിയും കൂടിയാണ് പോകുന്നത് അവളെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ പോയത്. ആമിക്കുട്ടിക്കും തന്നെ നല്ല സന്തോഷത്തിൽ തന്നെയാണ് പോയത്. അങ്ങനെ അതാ നമ്മൾ അംഗനവാടി ബൈക്ക് നിർത്തിയിട്ട് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അവളൊരു ബാഗൊക്കെ, കണ്ണേട്ടൻ്റെ ബാഗൊക്കെ ആദ്യം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് അംഗനവാടി പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മളെ തുഞ്ചൻപറമ്പെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ബുക്കുണ്ട് അക്ഷരമാലയുടെ, അതൊക്കെ എടുത്ത് വെച്ച് സെറ്റായിട്ടാണ് കുട്ടി പോകുന്നത്. അങ്ങനെ അതാ നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. പിന്നെ ടീച്ചർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ അധികം നേരം അവരെ കൂടെ നിൽക്കരുത്, അപ്പോൾ അവർക്കതൊരു ശീലമാവും എന്നുള്ളത്. അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോൾ ടീച്ചർ എത്തിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവൾ കുറച്ച് നേരം അവിടുത്തെ ടോയ്സിലൊക്കെ കളിക്കാൻ വേണ്ടി നിന്നു. അപ്പം ഞാനും ശ്രുതി അങ്ങോട്ട് കയറിയപ്പോൾ നല്ല ആശ്വാസത്തിൽ തന്നെയായിരുന്നു കേട്ടോ ആൾ. അമ്മ പോയിക്കോ, അച്ഛൻ പോയിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ടീച്ചർ വന്നോട്ടെ ഏതായാലും, എന്നിട്ട് നമ്മൾ പോവാന്ന്. അങ്ങനെ ആൾ നല്ല കേമത്ത് കളിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഹെൽപ്പർ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് മാത്രമല്ല കുട്ടികളും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവളിങ്ങനെ എന്താ പറയുക, അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ആന എപ്പോഴും നമ്മൾ അമൃതം പൊടിയൊക്കെ വാങ്ങാൻ വേണ്ടി വരുമ്പോൾ അവൾ കളിക്കുന്ന ഒരു ആനയാണ്. അപ്പോൾ അവൾക്കത് പരിചയക്കേടൊന്നുമില്ല. അപ്പോൾ അത് വെച്ച് കളിക്കുന്നുമുണ്ട്. അപ്പോൾ ടീച്ചർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ആനയമ്മ കളിച്ചോ? ആ അങ്ങനെ അവൾ അവിടെ ഓക്കെ ആണെന്ന് തോന്നിയപ്പോൾ ഞാൻ വേഗം വണ്ടി വിട്ടിട്ടോ. ഇനി അവിടെ ഞാൻ നിന്നിട്ടൊരു പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഒരു 3 മണി ആയപ്പോഴേക്കും ഞാൻ പോയപ്പോൾ കണ്ട സീനാണ് കേട്ടോ ഇത്. അവിടെ ഇന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. നാളെ വരാ പറയും. അച്ഛൻ ബൈക്കിലുണ്ട്. നാളെ വരാ പറയും ടീച്ചറോട്. നാളെ വരണേ. അറിയില്ല. എന്നാ പോവാ. ടാറ്റ എടുത്താളാ, ടാറ്റ എടുത്താളാ പൊന്നോ. ടാറ്റ കൊടുക്ക്, ടാറ്റ കൊടുക്ക്. ആ പോവാ. ഇഷ്ടായാ? ഇഷ്ടായില്ല? ഇഷ്ടാവണല്ലോ, എന്നാലേ നമുക്ക് പഠിക്കാനൊക്കെ പറ്റുള്ളൂ. അത് നോക്കി നിക്കണ് കണ്ണാടിയിൽ കൂടി. അങ്ങനെ അച്ഛനെയും കൂടി കണ്ടപ്പോൾ ആൾക്ക് പകുതിയിലേറെ സമാധാനമായിട്ടോ. കാരണം ആരും അവളെ ഉപേക്ഷിച്ച് പോയിട്ടില്ല എന്നുള്ള അവൾക്ക് അപ്പം മനസ്സിലായി. അങ്ങനെ പിന്നെ ശ്രുതി അവിടുത്തെ വിവരങ്ങളൊക്കെ തിരക്കിയതിന് ശേഷം അവളെ വേഗം വണ്ടിയിലേക്ക് കയറ്റിയിരുത്തി. അപ്പോൾ ഫസ്റ്റ് ഡേ ഇങ്ങനെയായിരുന്നു. അതായത് ത്രൂ ഔട്ട് 10:30 തൊട്ട് 3 മണി വരെ ഇരുന്നത് ഈ ഫസ്റ്റ് ടൈമായിട്ട് ഇപ്പോഴാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു. ഇനി എന്താണോ എന്തോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ കാണാം. ബൈ, ടാറ്റാ.